نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ സാമ്പത്തിക മേഖലയിൽ അതല്ലെങ്കിൽ വരുമാന മാർഗത്തിൽ എല്ലാം വഴിമുട്ടുകയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് തകർന്ന് നമ്മുടെ ജോലി നഷ്ടപ്പെട്ട് പ്രയാസത്തിലാണ് എന്നറിഞ്ഞാൽ ഭയപ്പെടാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ടാകും? അതുപോലെ നാം ഏതോ വലിയ ഒരു രോഗത്തിന്റെ പിടുത്തത്തിലാണ് എന്നറിയുമ്പോൾ സങ്കടപ്പെടാത്ത, മനസ്സ് പതറാത്ത എത്ര പേർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും? അതുമല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ പൊടുന്നനെയുള്ള മരണവാർത്ത കേൾക്കുമ്പോൾ തളരാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകളുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഏറ്റവും അടുത്തവർ, നമുക്ക് ഏറെ പ്രിയപ്പെട്ടവർ ദേഷ്യപ്പെട്ട് സംസാരിച്ച് പിണങ്ങി മാറി നിൽക്കുമ്പോൾ നമ്മളെല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം. ഇങ്ങനെയെല്ലാമുള്ള പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ പതറാതെ തളരാതെ നമുക്ക് എത്ര പേർക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നമ്മുടെ ഉത്തരം? ഇങ്ങനെ പലതരത്തിലുള്ള അനുഭവങ്ങളും പലരെയും തളർത്തിക്കളഞ്ഞിട്ടുണ്ട്. മിക്കവാറും ആളുകൾ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളർന്നു പോകുമെന്നതും ഒരു വസ്തുതയാണ്. എന്നാൽ ഒന്നാമതായി നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം ഇതൊക്കെ ഈ ഭൗതിക ജീവിതത്തിന്റെ സ്വാഭാവികതയാണ് എന്നതാണ്.
അഥവാ ദുനിയാവിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയപ്പോൾ ഈ സംഗതികളൊക്കെ ഇവിടെ നടന്നിരിക്കണം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചത് ലിയബ്ലുവകും, നിങ്ങളെ അവൻ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നന്നായി കർമ്മങ്ങൾ ചെയ്യുന്നവരാരാണ് എന്ന് പരീക്ഷിച്ചറിയാൻ വേണ്ടി എന്ന് അല്ലാഹു അവിടെ പറഞ്ഞു. അതേപോലെ സൂറത്തുൽ കഹ്ഫിലും അല്ലാഹു ഉണർത്തി, ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ഈ ഭൂലോകത്ത് അല്ലാഹു പലതരത്തിലുള്ള നമുക്ക് ആകർഷകമായ ഭൗതികമായ പല അലങ്കാരങ്ങളെയും അല്ലാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. സമ്പത്തും സന്താനങ്ങളും അതേപോലെ തന്നെ കുടുംബവും എന്ന് വേണ്ട ഭൗതികമായ എല്ലാ വിഭവങ്ങളും അള്ളാഹു ഒരുക്കി ഈ ലോകത്തെ നല്ല മനോഹരമായ രീതിയിൽ സംവിധാനിച്ചത് അവരെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അവരിൽ ഏറ്റവും നന്നായി കർമ്മങ്ങൾ ചെയ്യുന്നവരാരുണ്ട് എന്ന് പരീക്ഷിച്ചറിയാൻ എന്നാണ് ഖുർആൻ അവിടെയും പറഞ്ഞത്. അതേപോലെ സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണുവാൻ സാധിക്കും, കുറച്ചുകൂടി ശക്തമായ ശൈലിയിൽ അള്ളാഹു പറഞ്ഞത്, വലനബ്ലുവന്നക്കും, ഉറപ്പായും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫ്, കുറച്ചൊക്കെ ഭയപ്പാട് നിമിത്തം, വൽ ജൂഅ്, പട്ടിണിയും ദാരിദ്ര്യവും മുഖേന, വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, അതേപോലെ സാമ്പത്തിക നഷ്ടം, ശാരീരികമായ നഷ്ടം, അതേപോലെ ഫലങ്ങളിലുള്ള നഷ്ടം, കൃഷിയിലുമൊക്കെയുള്ള ഈ സന്ദർഭത്തിലെല്ലാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതറിപ്പോകാതെ തകർന്നു പോകാതെ പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്ന സത്യവിശ്വാസികൾക്ക് വബശ്ശിരി സ്വാബിരീൻ, ക്ഷമാശീലരായ സഹനശീലരായ ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ എന്നാണ് ഖുർആൻ അവിടെ പറഞ്ഞത്. അഥവാ ഈ ലോകത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ആളുകളെ അള്ളാഹു ഇങ്ങനെ ബുദ്ധിമുട്ടിക്കും എന്നല്ല ആ പറഞ്ഞത്. മറിച്ച് പടച്ച റബ്ബിന് കൂടുതൽ ഇഷ്ടമുള്ള ആളുകളെ ആയിരിക്കും കൂടുതൽ പരീക്ഷിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയ, കൂടുതൽ ബലാഅുകൾ, കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടാവുക പ്രവാചകന്മാർക്കാണ്. സുമ്മൽ അംസലു ഫൽ അംസൽ, പിന്നീട് ആ പ്രവാചകന്മാരോട് ഉത്തമമായ മാതൃക പിൻപറ്റി ഏറ്റവും നല്ല ജീവിതം നയിച്ച ആളുകൾ, പിന്നെ അതിനോടടുത്ത ആ നല്ല ആളുകൾ, ഇങ്ങനെ നല്ല ആളുകൾക്ക് കൂടുതൽ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ ദുനിയാവിൽ അള്ളാഹു വെക്കും എന്ന് പറയുമ്പോൾ അവരെ അള്ളാഹ് വെറുത്തത് കൊണ്ടല്ല, അവരെ അള്ളാഹു സ്ഫുടം ചെയ്തെടുത്ത് അവന്റെ പ്രിയപ്പെട്ടവരാക്കി എടുക്കുവാൻ വേണ്ടിയാണ് എന്ന്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ആലോചിച്ച് നോക്കിയാൽ പ്രവാചകന്മാരാകട്ടെ, പണ്ഡിതന്മാരാകട്ടെ, നല്ലവരായ മുത്തഖീങ്ങളായ വിശ്വാസികളാകട്ടെ, പ്രബോധകന്മാരാകട്ടെ, പരീക്ഷിക്കപ്പെടാത്തവരായി ഒരാളും ചരിത്രം എവിടെ നമ്മൾ പരിശോധിച്ചാലും കാണുക സാധ്യമല്ല എന്ന്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതവും വ്യത്യസ്തമല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ഈദുൽ അദ്ഹ ബലിപെരുന്നാൾ ആഘോഷിച്ചു. അതേപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സത്യവിശ്വാസികൾ മക്കയിലേക്ക് അവർ ഹജ്ജിന് വേണ്ടി പോയി. ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം അനുബന്ധമായി നമ്മൾ ഓർക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു പേരും ചരിത്രവുമാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടേത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ എത്ര കണ്ട് ത്യാഗവും പരിശ്രമവും നടത്തിയ വ്യക്തിയാണ്. പക്ഷെ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിലും ഒട്ടേറെ പരീക്ഷണങ്ങളും നിരവധി പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നിരവധി പരീക്ഷണങ്ങൾ ആർത്തലക്കുന്ന തിരമാലകൾ പോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഒന്നിനു പിറകെ മറ്റൊന്നായി കടന്നു വരുമ്പോൾ അവിടെയെല്ലാം ഉറച്ച ഒരു കരിമ്പാറ പോലെ നിൽക്കുകയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. എവിടെയും പതറിപ്പോയിട്ടില്ല. ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുൻ, അല്ലാഹു തന്നെ പറഞ്ഞു സൂറത്തുൽ ബഖറയിലൂടെ ഇബ്രാഹിമിനെ തന്റെ രക്ഷിതാവ് പരീക്ഷിച്ച സന്ദർഭം. അള്ളാഹുവിന്റെ പല കൽപ്പനകളിലൂടെ, അള്ളാഹുവിന്റെ പല നിർദ്ദേശങ്ങളിലൂടെ അള്ളാഹു ആ പരീക്ഷണങ്ങളെല്ലാം നടത്തുമ്പോൾ ഫഅതമ്മഹുന്ന, അവയെല്ലാം പൂർത്തീകരിച്ചു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നാണ്. സഹോദരങ്ങളെ, എങ്ങനെയാണ് അദ്ദേഹത്തിന് അത് സാധിച്ചത് എന്ന് നമ്മൾ മറ്റാരേക്കാളും ഗൗരവത്തിൽ ചിന്തിക്കുകയും പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടവരാണ് നാം ഓരോരുത്തരും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, സ്വന്തം പിതാവിന്റെ മുമ്പിൽ വിഗ്രഹ നിർമ്മാതാവും വിഗ്രഹ പൂജാരിയും വിഗ്രഹ കച്ചവടക്കാരനുമൊക്കെയായ
ആ പിതാവിന്റെ മുമ്പിൽ അതിശക്തമായ രീതിയിൽ അള്ളാഹുവിന്റെ കറകളഞ്ഞ തൗഹീദ് അദ്ദേഹം പറഞ്ഞു കൊടുത്തപ്പോൾ, ഏകദൈവ വിശ്വാസം പരിചയപ്പെടുത്തിയപ്പോൾ, ആക്രോശവും അതേപോലെ തന്നെ എല്ലാവിധ അധികാരവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശക്തമായ ഭാഷയിൽ ആ പിതാവ് പ്രതികരിച്ച രംഗം ഖുർആൻ പറയുന്നുണ്ട്. ഖാല അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം, ഇബ്രാഹിമേ, എന്റെ ആരാധ്യന്മാരെ, എന്റെ ദേവന്മാരെ, ദൈവങ്ങളെ നീ വെറുക്കുകയാണോ? ലഇല്ലം തൻതഹി ലഅർജുമന്നക്, നിന്റെ ഈ പരിപാടി നീ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായും ഞാൻ നിന്നെ എറിഞ്ഞാട്ടുക തന്നെ ചെയ്യും. വഹ്ജുർനി മലിയ, അതുകൊണ്ട് നീ ഇവിടെ നിന്ന് വിട്ടുപോകണം എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ശക്തമായി എതിർക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന്റെ പേരിൽ ഇനി ഞാൻ എന്ത് ചെയ്യും, എവിടെ പോകും, ആര് എന്നെ സഹായിക്കും എന്നിങ്ങനെയുള്ള യാതൊരു വ്യാകുലതകളും ടെൻഷനുകളും ഒന്നുമില്ലാതെ, അവിടെയൊന്നും തളരാതെ പിടിച്ചു നിൽക്കാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സാധിച്ചത്, അതിന് കരുത്തേകിയത് എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലേക്കും അത്തരം ഏതെങ്കിലും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ ചൂളിപ്പോകാതെ, തകർന്നു പോകാതെ പിടിച്ചു നിൽക്കാൻ, ശക്തമായി അടിയുറച്ചു നിൽക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ നാട്ടുകാരുടെ മുമ്പിൽ പല സന്ദർഭങ്ങളിലും ഓരോ സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബഹുദൈവത്വത്തിനെതിരെ ഏകദൈവ വിശ്വാസത്തിന്റെ കൃത്യതയും ആധികാരികതയും ഉണർത്തിക്കൊണ്ട് നിരവധി അനവധി സന്ദർഭങ്ങളിൽ അദ്ദേഹം ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ട്. അവസാനം ആ സമൂഹം അദ്ദേഹത്തെ വലിയ ഒരു തീക്കുണ്ടാരമുണ്ടാക്കി അതിലേക്ക് വലിച്ചെറിയുമ്പോഴും അദ്ദേഹം പതറിപ്പോയില്ല, ചൂളിപ്പോയില്ല, മാപ്പ് പറയാൻ പോയില്ല. അദ്ദേഹം അതിശക്തമായ രീതിയിൽ ഉറച്ചു നിന്നു. ഹസ്ബി അല്ലാഹു വനിഅ്മൽ വക്കീൽ, എനിക്ക് എന്റെ റബ്ബ് മതി, എന്റെ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കാൻ അവൻ ഏറ്റവും പര്യാപ്തനാണ് എന്ന് പറഞ്ഞ് അതിശക്തമായ രീതിയിൽ നിലയുറപ്പിക്കുവാൻ സാധിച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു ആ സന്ദർഭത്തിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതേപോലെ നമ്രൂദിന്റെ മുമ്പിൽ ധിക്കാരിയും സ്വേച്ഛാധിപതിയുമായ എല്ലാവിധ അധികാരവും സ്വാധീനവുമുള്ള ഭരണാധികാരിയായ ആ നമ്രൂദിന്റെ മുന്നിൽ അദ്ദേഹം സംവദിച്ച രംഗം ഖുർആൻ പറയുന്നുണ്ട്. ആ രാജാവിന്റെ രാജകൊട്ടാരത്തിൽ വെച്ച് അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ ഒരു പതറിച്ചയും ഒരു ജാള്യതയും അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ്, എന്തെങ്കിലും ഒരു നോർമലൈസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കടന്നു വരാതെ അതിശക്തമായി തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ആർജവത്തോടുകൂടി പറയുന്ന ആദർശ ധീരനായ ആദർശ പിതാവായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അവിടെ നമുക്ക് വായിക്കുവാൻ സാധിക്കും. അദ്ദേഹം പലതും പറയുന്നുണ്ട്, മുടന്ത ന്യായങ്ങൾ. ആര്? നമ്രൂദ് എന്ന് പറയുന്ന സ്വേച്ഛാധിപതിയായ അധികാരത്തിന്റെ ശക്തമായ ദണ്ട് കൈകളിലുള്ള ആ ഭരണാധികാരി പറയുമ്പോൾ, ഞാൻ ജീവിപ്പിക്കും, ഞാനും മരിപ്പിക്കും, അള്ളയാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിന് കൗണ്ടർ ചെയ്ത് പറഞ്ഞതാണ്. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ബാലിശമായ വർത്തമാനങ്ങളിൽ പിടിച്ചു നിൽക്കാതെ എന്തു പറഞ്ഞു? അതിനേക്കാൾ അതിശക്തമായ ഒരു ആർഗ്യുമെന്റ് ഉന്നയിക്കുകയാണ്. സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ സൃഷ്ടിച്ച, അതിന് കൃത്യമായി ദിശ സംവിധാനിച്ച അള്ളാഹു, കിഴക്ക് നിന്ന് സൂര്യൻ ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കും നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ നിനക്ക് സാധിക്കുമെങ്കിൽ പടിഞ്ഞാറ് നിന്ന് ആ സൂര്യനെ ഒന്ന് കൊണ്ടുപോവാം. നീയാണ് ശക്തനെങ്കിൽ, നിനക്കാണ് അധികാരവും അതേപോലെ തന്നെ ഉള്ളതെങ്കിൽ ഫബുഹിതല്ലദീ കഫർ, ആ സത്യനിഷേധി അവിടെ ഉത്തരം മുട്ടി എന്നാണ് അള്ളാഹു പറഞ്ഞത്. അഥവാ ആർജവത്തോടുകൂടി തലകുനിക്കാതെ നെഞ്ച് വിരിച്ചുകൊണ്ട് ഇങ്ങനെ പറയാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകിയ കരുത്ത്, ആ ശക്തി എന്താണ് എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അതേപോലെ കുടുംബപരമായി അദ്ദേഹത്തിനുണ്ടായ പരീക്ഷണങ്ങൾ അനവധിയാണ്. മക്കളില്ലാതെ ഏറെ കാലം അദ്ദേഹം കഴിച്ചുകൂട്ടി. അതിനുശേഷം വാർദ്ധക്യത്തിന്റെ അവസാന ഘട്ടത്തിൽ എന്ന് പറയാവുന്ന രീതിയിൽ ഒരു സന്താനത്തെ അള്ളാഹു അദ്ദേഹത്തിന് നൽകി. ആ കുട്ടിയെ വെച്ചുകൊണ്ട് വീണ്ടും അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. ഫലമ്മ ബലഗ മഅഹു സഅയ, ഇസ്മായിൽ എന്ന് പറയുന്ന തന്റെ ആ കുഞ്ഞ് അല്പമൊന്ന് വളർന്ന് വാപ്പയോടൊപ്പം ഓടിച്ചാടി നടക്കുവാനും എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനും പ്രായമായ ആ സന്ദർഭത്തിലാണ് അള്ളാഹുവിന്റെ നിർദ്ദേശം ആ മകന്റെ കഴുത്തിൽ കത്തിവെക്കാൻ. ആ സന്ദർഭത്തിലും അതിനു മുമ്പ് ചോരക്കുഞ്ഞായ ഇസ്മായിലിനെയും മാതാവ് ഹാജറിനെയും മക്ക എന്ന വിജനപ്രദേശത്ത്, മനുഷ്യവാസമില്ലാത്ത സ്ഥലത്ത്
മക്ക മണലാരണ്യത്തിൽ കൊണ്ടുപോയി താമസിപ്പിക്കുവാൻ പറഞ്ഞപ്പോൾ അവിടെയും അള്ളാഹു എന്തു പറഞ്ഞു അതനുസരിച്ച് പോവുകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇങ്ങനെ ജീവിതത്തിൽ പല പല പ്രതിസന്ധികളുടെയും പ്രതികൂല സാഹചര്യങ്ങളുടെയും ഒട്ടേറെ വേലിയേറ്റങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെയെല്ലാം ധീരമായി ഉറച്ചു നിന്ന് നിർഭയനായി പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നത് വളരെ അത്ഭുതകരമായ വിസ്മയകരമായ ഒരു സംഗതിയാണ്. അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ മാത്രമേ അതിന്റെ ഒരു ഗൗരവവും പ്രാധാന്യവും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം മുഴുക്കെ അങ്ങനെയാണ്. ആ ജീവിതത്തിൽ നമുക്ക് മാതൃകയുണ്ട് എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും അനവധി പ്രവാചകന്മാരുടെ ജീവിതത്തിലുമെല്ലാം ഇതേപോലെ ആവർത്തിക്കുന്ന സന്ദർഭങ്ങളിൽ അവർക്ക് എങ്ങനെ ഇതിനെയെല്ലാം ഫേസ് ചെയ്യാൻ, തരണം ചെയ്യാൻ സാധിച്ചു എന്നത് നമ്മൾ ഏറെ ഗൗരവത്തോടുകൂടി ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട സംഗതിയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലാണ് ഇങ്ങനെ വല്ലതും സംഭവിക്കുന്നതെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നിലപാട്, നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഏതെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും ദീൻ തന്നെ വേണ്ട എന്ന് വെക്കുന്ന രീതിയിലേക്ക് ആളുകൾ മാറിപ്പോകുന്ന സന്ദർഭത്തിൽ ദീന് വിട്ടുകൊണ്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറല്ല എന്ന രീതിയിൽ ഉറച്ചു നിന്ന് ഏത് പ്രതിസന്ധികളെയും താണ്ടിക്കടക്കുവാൻ അദ്ദേഹത്തിന് പ്രചോദനമായത് അദ്ദേഹത്തിന്റെ കറകളഞ്ഞ വിശ്വാസവും ആദർശവുമായിരുന്നു. ഒന്നാമതായി പടച്ച റബ്ബിനെ ശരിയായ രൂപത്തിൽ അറിയേണ്ടതുപോലെ അറിഞ്ഞു. കേവല പ്രഖ്യാപനങ്ങൾക്കുപരിയായി പെരുന്നാളിലും അല്ലാത്തപ്പോഴുമൊക്കെ അള്ളാഹുവാണ് വലിയവൻ എന്നുള്ള തക്ബീർ ധ്വനികൾ നമ്മൾ പറയാറുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നിസ്കരിക്കുമ്പോഴും നമ്മൾ പറയും, ബാങ്കിലും ഇഖാമത്തിലും ഒക്കെ ആവർത്തിച്ചു പറയും. നിസ്കാരത്തിന് ശേഷം 33 പ്രാവശ്യം നമ്മൾ പറയാറുണ്ട്. അള്ളാഹുവാണ് വലിയവൻ എന്ന് പറയുമ്പോൾ ആ റബ്ബിനെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? റബ്ബുൽ ആലമീനായ അള്ളാഹു ആരാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മനസ്സിൽ തട്ടിപ്പറഞ്ഞ വാചകങ്ങൾ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ. എന്നെ സൃഷ്ടിച്ചവനാണ് അള്ളാഹു. എനിക്ക് ജീവൻ നൽകിയ, കാണുവാനുള്ള കണ്ണും കേൾക്കുവാനുള്ള കാതും എനിക്ക് നൽകിയ, പിടിക്കുവാനുള്ള കൈയും നടക്കുവാനുള്ള കാലും എനിക്ക് സമ്മാനിച്ച എന്റെ സ്രഷ്ടാവാണവൻ. ഫഹുവ യഹ്ദീൻ. അവനാണ് എന്നെ വഴി കാണിക്കുന്നവൻ. ആ റബ്ബിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഞാൻ പോകുന്നത്. വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ. എനിക്ക് തിന്നാൻ നൽകുന്നതും കുടിക്കാൻ നൽകുന്നതും അവനാണ്. എന്നെ തീറ്റുകയും കുടിപ്പിക്കുകയും ചെയ്യുന്ന എന്റെ റബ്ബ്. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. ഞാനെങ്ങാനും രോഗിയായാൽ എനിക്ക് ശമനം നൽകുന്ന, എന്നെ പരിപാലിക്കുന്ന എന്റെ രക്ഷകനാണ് അല്ലാഹു. വല്ലദീ യുമീതുനി സുമ്മ യുഹീൻ. എന്നെ മരിപ്പിക്കുകയും പിന്നീട് എന്നെ ജീവിപ്പിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന, ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന അള്ളാഹു. ആ റബ്ബിലാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കി ആ പടച്ച റബ്ബിൽ സർവസ്വവും സമർപ്പിച്ച് എന്തെല്ലാം സങ്കടങ്ങളും പ്രയാസങ്ങളും ഉണ്ടോ, എന്തെല്ലാം പറയാനുണ്ടോ അത് എന്റെ റബ്ബിനോട് ഞാൻ പറയും. എങ്ങനെ ഈ രീതിയിൽ എല്ലാ ആവശ്യങ്ങളും എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും സങ്കടങ്ങളും തന്റെ റബ്ബിനോട് ഏറ്റുപറഞ്ഞ് അതിലൊരു ആശ്വാസം കണ്ടെത്തുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ പടച്ച റബ്ബിനോട് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. അദ്ദേഹം തന്നെ പറയാൻ, വഅഅ്തസിലുകും വമാ തദ്ഊന മിൻ ദൂനില്ലാഹ്. നിങ്ങളെയും നിങ്ങൾ വിളിച്ചു തേടുന്ന എല്ലാറ്റിനെയും ഞാൻ കൈയൊഴിച്ചിരിക്കുകയാണ്. വഅദ്ഉ റബ്ബി. എന്നിട്ട് ഞാൻ എന്റെ സങ്കടങ്ങൾ പറയുന്നത് ആരോടാ? എന്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നതും ഞാൻ ദുആ ഇറക്കുന്നതും എന്റെ റബ്ബിനെ വിളിച്ചിട്ടാണ്. അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയ. എന്റെ റബ്ബിനോട് ഞാൻ ദുആ ചെയ്തിട്ട് ഒരിക്കലും ഞാൻ ഭാഗ്യം കെട്ടവനായിട്ടില്ല. ഞാൻ ചോദിച്ചതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ കിട്ടാത്തവനായി ആരുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതാണ്, സഹാഉൽ ലൈലി വന്നഹാർ. രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ അത്യധികം ഔദാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബാണ് നിങ്ങളുടെ രക്ഷിതാവ് അല്ലാഹു. യദുല്ലാഹി മൽആ. അവന്റെ കൈകൾ നിറഞ്ഞതാണ്. അവന്റെ അടുക്കൽ ഇല്ലാത്ത ഒന്നുമില്ല. ഏതൊരു പ്രശ്നത്തിനും പരിഹാരം അവന്റെ അടുക്കലുണ്ട്. അവന്റെ അടുക്കൽ പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുമ്പോൾ അവനെ അറിഞ്ഞ് അവനിൽ എല്ലാം ബരമേൽപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു നിർഭയത്വമുണ്ട്, ഒരു സമാധാനമുണ്ട്. അത് ഏത് ഘട്ടത്തിലും. പിതാവ് വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കിട്ടിയ കരുത്ത്,
ആ സന്ദർഭത്തിലും വാപ്പയെ ചീത്ത പറഞ്ഞോ മിണ്ടാതെ ഇറങ്ങിപ്പോകല്ല. അദ്ദേഹം പ്രതികരിച്ച രംഗം കൂടി നമ്മളെ ചിന്തിപ്പിക്കുന്ന സംഗതിയാണ്. ഖാല സലാമുൻ അലൈക്, വാപ്പ നിങ്ങൾക്ക് രക്ഷയുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ. സഅസ്തഗ്ഫിറു ലക റബ്ബി, എന്റെ റബ്ബിനോട് ഞാൻ അങ്ങക്ക് വേണ്ടി പൊറുക്കലിനെ തേടും. ഇന്നഹു കാന ബി ഹഫിയ, എന്റെ റബ്ബ് എന്നോട് അങ്ങേയറ്റം കനിവും വാത്സല്യവും ഒക്കെയുള്ളവനാണ്. അതുകൊണ്ട് നിങ്ങളുടെ കാര്യം ഞാൻ നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങൾ രക്ഷപ്പെടുത്താൻ എന്റെ റബ്ബിനോട് പറയും എന്ന് പറഞ്ഞിട്ടാണ് വീട് വിട്ടിറങ്ങുന്നത്. അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ച് തവക്കുലാക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന അത്ഭുതകരമായ ഒരു നിർഭയത്വവും അതേപോലെ വമ്പിച്ച പാരിതോഷികങ്ങളും ഖുർആൻ തന്നെ നമുക്ക് പല സംഭവങ്ങളിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. സൂറത്തുൽ കഹ്ഫ് നമ്മൾ ഓതി വരുമ്പോൾ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട കുറച്ച് ചെറുപ്പക്കാർ, രാജാവും നാടും എല്ലാം അവരുടെ ആശയത്തിനും ആദർശത്തിനും എതിരാണ്. അവരെ ജീവനോടെ കിട്ടിയാൽ വെട്ടി നുറുക്കുവാൻ തയ്യാറാകുന്ന ക്രൂരനും സ്വേച്ഛാധിപതിയുമായ ഒരു രാജാവിന്റെ കീഴിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ ഒരു ഗുഹയിൽ അഭയം തേടുകയും റബ്ബിനോട് ദുആ ഇരക്കുകയും ചെയ്ത ആ വിശ്വാസികൾക്ക് അല്ലാഹു നൽകിയ സുരക്ഷ, അത്ഭുതകരമായ ചരിത്രത്തിലെ പാഠഭാഗങ്ങൾ ഖുർആൻ നമുക്ക് വിശദീകരിക്കുകയാണ്. സൂറത്തുൽ കഹ്ഫ് എന്ന അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അതാണ്. അല്ലാഹു പറഞ്ഞു, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്, അല്ലാഹുവിനെ മനസ്സിലാക്കി തന്റെ എല്ലാ കാര്യങ്ങളും റബ്ബിൽ ആരെ ഏൽപ്പിക്കുന്നുവോ, രോഗം വരുമ്പോൾ ഡോക്ടറെ ഏൽപ്പിച്ച് നെഞ്ചത്തടിക്കുന്നവരല്ല, ആ പ്രയാസങ്ങളും പ്രതിസന്ധികളും റബ്ബിനെ ഏൽപ്പിച്ച് പടച്ചവന് നീയാണ് എനിക്ക് ശിഫ നൽകേണ്ടവൻ, നീ എനിക്ക് ശമനം നൽകണേ എന്ന് പറഞ്ഞ് റബ്ബിനോട് ദുആ ചെയ്ത് റബ്ബിൽ വരമേൽപ്പിക്കുന്ന ആൾ. സാമ്പത്തികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ സമ്പന്നരായ ആളുകളുടെ എല്ലാം വീട്ടിൽ പോയി വാതിലിൽ മുട്ടി അവരോട് കൈനീട്ടി അവരുടെ എന്തെങ്കിലും ഔദാര്യത്തിന് വേണ്ടി കെഞ്ചുന്നതിനപ്പുറത്ത് മലിക്കുൽ ജബ്ബാറായ പടച്ചറബിന്റെ അടുക്കൽ അവന്റെ വാതിലിൽ മുട്ടാൻ, അവനോട് ചോദിക്കാൻ മനസ്സും സമയവും കണ്ടെത്തുന്ന, റബ്ബിൽ തവക്കുലാക്കുന്ന ഒരു വിശ്വാസിക്ക് കിട്ടുന്ന നിർഭയത്വം, അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ആര് അള്ളാഹുവിൽ അവന്റെ കാര്യം ഏൽപ്പിക്കുന്നുവോ ഫഹുവ ഹസ്ബു, ആ റബ്ബ് അവന് മതിയായവനാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആ റബ്ബിന്റെ നിയമശാസനകൾ ആര് അറിഞ്ഞ് സൂക്ഷിക്കുവാനും അനുസരിക്കുവാനും തയ്യാറാകുന്നുവോ അവരകപ്പെട്ട പ്രതിസന്ധികളും പ്രയാസവും എത്ര തന്നെ കെട്ടിക്കുടുക്കുള്ളതാണെങ്കിലും അതിൽ നിന്നൊക്കെ ഒരു തുറവി അള്ളാഹു അവർക്കുണ്ടാക്കി കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്, അവര് പോലും വിചാരിക്കാത്ത രീതിയിൽ അള്ളാഹു കാര്യങ്ങൾ എളുപ്പമാക്കി അവർക്ക് ഉപജീവനങ്ങൾ എത്തിച്ചു കൊടുക്കും എന്നത് ഖുർആനിന്റെ പ്രഖ്യാപനമാണ്, അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അപ്പൊ സർവശക്തനായ ആ പടച്ചറബ് നമുക്കുണ്ടായിരിക്കെ ദുർബലരായ സൃഷ്ടികളോട് നമ്മൾ എന്തിനാശ്രയിച്ച് സങ്കടപ്പെട്ടു പോകണം? ആ റബ്ബിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ ഖുർആൻ ചോദിച്ചതുപോലെ അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, സർവശക്തനായ കരുണാവാരിധിയായ റബ്ബ് ഉണ്ടായിട്ട് അവൻ പോരെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ എന്ന് ഖുർആൻ ചോദിച്ചത് വളരെ ശ്രദ്ധേയമായ സംഗതിയാണ്. അതേപോലെ ആ റബ്ബിന് വേണ്ടി എന്തെങ്കിലും നമ്മൾ ത്യജിക്കുവാൻ തയ്യാറായാൽ, പടച്ച റബ്ബിന്റെ നിയമങ്ങളും ശാസനകളും നിർദ്ദേശങ്ങളും ഒക്കെ ഒരു വശത്ത് വരുന്നു, ബാക്കി പലരും മറുവശത്ത് നിന്ന് അതിന് എതിരിൽ നമ്മെ പ്രേരിപ്പിക്കുമ്പോൾ ഇല്ല ഞാൻ എന്റെ റബ്ബിന്റെ ഭാഗത്തേക്ക് ചേർന്ന് നിൽക്കും എന്ന് പറയാൻ ആ മാർഗത്തിൽ എന്തെങ്കിലും ഒന്ന് ത്യജിക്കേണ്ടി വന്നാൽ തീർച്ചയായും നമുക്ക് അത്ഭുതകരമായ രീതിയിൽ പടച്ച റബ്ബ് തിരിച്ചു നൽകുന്ന, ത്യജിക്കുവാൻ തയ്യാറുള്ള ആളുകൾക്ക് റബ്ബ് ദുനിയാവിൽ തന്നെ ഇരട്ടികളായി തിരിച്ചു നൽകിയ നിരവധി ചരിത്രങ്ങളുണ്ട്. ദുനിയാവിൽ മാത്രമല്ല നാളെ ആഖിറത്തിലും കിട്ടും. ഖുർആൻ പറഞ്ഞു സൂറത്തുൻ നിസായിലെ 100-ാമത്തെ വചനത്തിൽ, വമൻ യുഹാജിർ ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ വീടും നാടും ഒക്കെ വിട്ട് ഇറങ്ങുന്ന ഒരാൾ, യജിദ് ലഹു ഫിൽ അർളി മുറാഗമൻ കസീറൻ വസഅ, അവിടെ ദീനനുസരിച്ച് ഒരു മുസ്ലിമായി വിശ്വാസിയായി ജീവിക്കാൻ പറ്റുന്നില്ല സ്വന്തം വീട്ടിൽ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ വാപ്പ സമ്മതിക്കുന്നില്ല, കുടുംബക്കാര് സമ്മതിക്കുന്നില്ല. അതേപോലെ നാട്ടിൽ പടച്ച റബ്ബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് റബ്ബിന്റെ നിയമങ്ങളും ശാസനകളും അംഗീകരിച്ച് അനുസരിച്ച് ജീവിക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അങ്ങനെ വരുമ്പോൾ നാടോടുമ്പോൾ നടുകയോടുക എന്നതിനപ്പുറത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചിന്തിച്ചതുപോലെ എനിക്ക് ഈ ദുനിയാവിലെ ജീവിതമല്ല, അതിനേക്കാൾ വലുത് ആഖിറമാണ് എന്ന് മനസ്സിലാക്കി ആ സാഹചര്യങ്ങൾ, അവിടെയുള്ള ലാഭവും നേട്ടവും സൗകര്യങ്ങളും ഒക്കെ ത്യജിച്ച് ആര് റബ്ബിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടുവോ യജിദ് ലഹു ഫിൽ അർളി മുറാഗമൻ കസീറൻ വസഅ,
അവർക്ക് ഭീതിയും ഞെരുക്കവും പ്രയാസവും ഒക്കെ ഉള്ള സന്ദർഭത്തിലായിരിക്കുമല്ലോ അവരെ പുറത്താക്കുന്നത്, അവർക്ക് പുറത്തു പോകേണ്ടി വരുന്നത്. പക്ഷെ അങ്ങനെ റബ്ബിന് വേണ്ടി ആരെങ്കിലും പുറത്തു പോയാൽ അവരൊരിക്കലും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. അവർക്ക് അഭയമില്ലാതെ സങ്കടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ഒരവസ്ഥയില്ല. മറിച്ച് അവർ ഭൂമിയിൽ ധാരാളം അഭയസ്ഥാനങ്ങൾ കണ്ടെത്തും എന്നതാണ് അള്ളാഹുവിന്റെ ഒരു ഓഫർ. അതേപോലെ ജീവിത വിശാലതയും അവർക്ക് അള്ളാഹു ഏർപ്പെടുത്തി കൊടുക്കുമെന്നാണ്. പക്ഷെ റബ്ബിന്റെ മാർഗത്തിൽ സമർപ്പിച്ചുകൊണ്ട് അവിടെ അടിയുറച്ചു നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നതാണ് അവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായൊരു വശം. ഹിജറ എന്നത് നാടും വീടും വിട്ടുകൊണ്ടുള്ള ഹിജറ മാത്രമല്ല, നിത്യപ്രസക്തമായ, എപ്പോഴും പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട ഒരു ഹിജറയെ സംബന്ധിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. ഏതാണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോടൊരു കാര്യം വിലക്കിയിട്ടുണ്ടെങ്കിൽ, അത് തിന്മയാണ്, തെറ്റാണ്, വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തിന്മകളിൽ നിന്ന് വിട്ടകന്ന് നിൽക്കുവാൻ നാം കാണിക്കുന്ന ആ കരുത്തും ആ ഒരു ആത്മാർത്ഥതയും, അതാണ് ഹിജറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. അള്ള വിലക്കിയ കാര്യങ്ങൾ ഒഴിവാക്കി അതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുന്നവനാണ് ഒരു യഥാർത്ഥ മുഹാജിർ, ദേശപരിത്യാഗി. അങ്ങനെ വരുമ്പോൾ സമ്പാദ്യങ്ങളിൽ ഹറാമുകൾ വരാതെ സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ വസ്ത്രധാരണത്തിൽ, നമ്മുടെ സഹോദരിമാരുടെ, ഉമ്മയുടെ, ഭാര്യമാരുടെ ഒക്കെ വസ്ത്രത്തിൽ അള്ളാഹു വിലക്കിയ തിന്മകളിൽ നിന്ന് അവരെ മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കും. ഇടപാടുകളിലും പെരുമാറ്റങ്ങളിലും എല്ലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രഖ്യാപിച്ചതും ശ്രദ്ധേയമാണ്. വഖാല ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി. നിങ്ങളെല്ലാം എന്നെ കൈയൊഴിച്ചാലും എല്ലാവരും എതിരായാലും ഞാൻ എന്റെ റബ്ബിലേക്ക് എല്ലാം ത്യജിച്ചു പോവുകയാണ്. ഇന്നഹു ഹുവൽ അസീസുൽ ഹക്കീം. അവൻ സർവശക്തനും അതേപോലെ അജയ്യനും പ്രതാപവാനും യുക്തിപൂർണനുമാണ്. അവന്റെ തീരുമാനങ്ങളിലെല്ലാം തികഞ്ഞ യുക്തിയുണ്ടായിരിക്കും. അങ്ങനെ ത്യാഗത്തിന്റെ ആ മാർഗം തിരഞ്ഞെടുത്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് എന്ത് സംഭവിച്ചു? വവഹബ്നാ ലഹു ഇസ്ഹാഖ വയഅഖൂബ്. അദ്ദേഹത്തിന് ഇസ്ഹാഖ് എന്ന സന്താനത്തെ നാം ദാനമായി നൽകി. ഇസ്ഹാഖിന്റെ മകൻ യഅഖൂബിനെയും, രണ്ട് പ്രവാചകന്മാർ, അറിയപ്പെടുന്ന മഹാന്മാരായ രണ്ട് പ്രവാചകന്മാർ. തീർന്നില്ല, വജഅൽനാ ഫീ ദുർരിയ്യതിഹി നുബുവ്വ. അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിൽ അനവധി പ്രവാചകന്മാർ പിന്നീട് കടന്നു വന്നിട്ടുണ്ട്. പ്രവാചകന്മാരുടെ പിതാവ് അബുൽ അംബിയാ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. വൽ കിതാബ്, വേദഗ്രന്ഥങ്ങളും നൽകി. അള്ളാഹു ഏറ്റവും ആദരിച്ച് ചേർത്ത് നിർത്തിയ ഒരു വ്യക്തിത്വം. അതുകൊണ്ടാണ് ഖലീലുള്ള, അള്ളാഹുവിന്റെ ആത്മമിത്രം എന്ന പേരിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അറിയപ്പെടുന്നത്. വആതൈനാഹു അജ്റഹു ഫിദ്ദുനിയ. ദുനിയാവിൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രതിഫലം നാം നൽകിയിട്ടുണ്ട്. വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. പരലോകത്തും അദ്ദേഹത്തിന് യാതൊരു കുറവുമില്ല, തീർച്ചയായും അദ്ദേഹം സജ്ജനങ്ങളിൽ പെട്ടവനാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് അള്ളാഹു പറയുകയാണ്. സഹോദരങ്ങളെ, നമുക്ക് ഇതുപോലെ പറയുവാൻ സാധിക്കുമോ എന്നതാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ നമ്മളോട് തന്നെ ചോദിക്കേണ്ടത്. പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിലൊക്കെ ആർക്കാണ് നിർഭയത്വം കിട്ടുക എന്ന് ഖുർആൻ പറഞ്ഞ സൂറത്തുൽ അൻആമിലെ 82-ാമത്തെ ആയത്താണ് ഞാൻ തുടക്കത്തിൽ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. ആ ഒരു ആശയം നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി ഉൾക്കൊണ്ടാൽ ജീവിതത്തിൽ അനിവാര്യമായും സംഭവിക്കുന്ന ഈ പ്രതികൂല സാഹചര്യങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം താണ്ടിക്കടക്കാൻ നമുക്ക് ഈസിയായി സാധിക്കും എന്നതാണ് അത്ഭുതകരമായ ഒരു വസ്തുത. അല്ലദീന ആമനു, അള്ളാഹു പറഞ്ഞതിലൊക്കെ വിശ്വസിച്ച് അംഗീകരിച്ച് സത്യപ്പെടുത്തിയ ആളുകൾ, വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ. അള്ളയാണ് എല്ലാം നിശ്ചയിക്കുന്നത്, അള്ളാഹുവാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. അവൻ സർവശക്തനും അതിനേക്കാൾ അവൻ എന്നോട് അതീവ ദയാലുവും കരുണാവാരിധിയുമാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ നാമങ്ങളിലൂടെ, വിശേഷണങ്ങളിലൂടെ എല്ലാം പടച്ച റബ്ബിനെ അറിഞ്ഞ് മനസ്സിലാക്കി ആ വിശ്വാസം ഉൾക്കൊണ്ടിട്ട് ആ വിശ്വാസത്തിൽ യാതൊരു അന്യായവും കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ. വിശ്വാസികളാണെന്ന് കേവലം പറഞ്ഞതുകൊണ്ടായില്ല, ആ വിശ്വാസം സ്ഫുടം ചെയ്ത് അതിൽ യാതൊരുവിധ അഴുക്കും മാലിന്യവും അന്യായങ്ങളും കൂടിക്കലരാതെ സംശുദ്ധമായ തൗഹീദിന്റെയും തവക്കുലിന്റെയും ആദർശം നെഞ്ചിലേറ്റിയ ആളുകൾ, ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് നിർഭയത്വം. അവിടെ നാടെതിരായാലും ഭരണകൂടമെതിരായിരുന്നാലും കുടുംബമെതിരായിരുന്നാലും കൂട്ടുകാരെല്ലാവരും ഒറ്റപ്പെടുത്തിയാലും ഏത് സന്ദർഭത്തിലും എന്നെ സൃഷ്ടിച്ചവൻ എന്റെ റബ്ബാണ്, എന്റെ വായ കീറിയവൻ അള്ളാഹുവാണ്, എനിക്ക് തിന്നാനും ശ്വസിക്കുവാനും കുടിക്കുവാനും ഒക്കെയുള്ള വകകൾ ഇവിടെ സംവിധാനിക്കുന്നവനവനാണ്.
അവൻ നിശ്ചയിച്ചതുപോലെ കാര്യങ്ങൾ വരും എന്ന് പറഞ്ഞ് റബ്ബിൽ എല്ലാം ഏൽപ്പിച്ച് നമ്മൾ ചെയ്യേണ്ടത് ചെയ്തതിന് ശേഷം റബ്ബിൽ തവക്കുലാക്കുന്ന ആളുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നല്ല ഉപമയിലൂടെ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. വമൻ യതവക്കൽ അലല്ലാഹി ഹഖ്ഖ തവക്കുലിഹി, അള്ളാഹുവിൽ തവക്കുലാക്കേണ്ടതുപോലെ ഭരമേൽപ്പിക്കേണ്ടതുപോലെ ഭരമേൽപ്പിക്കുന്നവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനപ്പുറത്തുള്ളെല്ലാം റബ്ബിലേക്ക് ഏൽപ്പിച്ചാൽ അവർക്ക് നാം ഉപജീവനം നൽകും, പക്ഷികൾക്ക് ഉപജീവനം നൽകുന്നത് പോലെ. എന്നിട്ട് പറഞ്ഞു, എന്താണ് പക്ഷികളുടെ പ്രത്യേകത? ഒരു പക്ഷിയും ഭക്ഷണം കിട്ടാതെ അവരുടേതായ ലോകത്ത് പട്ടിണി കൊണ്ട് ദാരിദ്ര്യം കൊണ്ട് പിടഞ്ഞു വീണ് മരിച്ചുപോയിട്ടില്ല, ചത്തുപോയിട്ടില്ല. തഗ്ദു ഹിമാസൻ, അവർ രാവിലെ ഒട്ടിയ വയറുമായി കൂട് വിട്ടിറങ്ങും. എവിടെയെങ്കിലും പ്രത്യേകം അവർ കരുതി വെച്ചെടുക്കാൻ പോണതല്ല, പക്ഷെ പരിശ്രമമാണ്. ഇതുപോലെ നമ്മൾ ഏത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും, ഏത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും, ഏത് രോഗങ്ങളാകട്ടെ, ഏത് സാമ്പത്തിക ഞെരുക്കങ്ങളാകട്ടെ, അതിനെ അതിജയിക്കാൻ നമ്മുടേതായ പരിശ്രമങ്ങൾ നടത്തണം. എന്നിട്ട് റബ്ബിൽ തവക്കുലാക്കിയാൽ ഒട്ടിയ വയറുമായി പോകുന്ന പക്ഷി ഒട്ടിയ വയറുമായിട്ടല്ല തിരിച്ചു വരുന്നത്, വതറൂഹു ബിത്വാന, നിറഞ്ഞ വയറുമായിട്ടാണ് വൈകുന്നേരം കൂട്ടിലേക്ക് വരുന്നത്. ഇത് ഒരു ദിവസത്തെ പ്രതിഭാസമല്ല, ഡെയിലി 365 ദിവസവും കാണുന്ന ഒരു പ്രതിഭാസമാണെങ്കിൽ വിശ്വാസികളെ, നിങ്ങൾ അങ്ങനെ റബ്ബിൽ തവക്കുലാക്കി ജീവിച്ചോ, നിങ്ങൾക്ക് നിർഭയത്വവും സമാധാനവും ഉണ്ട് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം നമ്മെ അറിയിക്കുന്നതാണ്. അങ്ങനെ സന്തോഷത്തോടുകൂടി നിർഭയത്വത്തോടുകൂടി ദുനിയാവിൽ ജീവിക്കുവാനും നാളെ പരലോകത്ത് പടച്ച റബ്ബിനെ സന്തോഷത്തോടുകൂടി കണ്ടുമുട്ടുവാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ വീട്ടിലും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് ഒരു സംതൃപ്തിയും സന്തോഷവുമൊക്കെ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും കഴിയുക. പക്ഷെ പലപ്പോഴും പല ആളുകളും വീട്ടിൽ വല്ലാത്ത തിങ്ങലുകളും വീർപ്പുമുട്ടലുകളും അനുഭവിക്കാറുണ്ട്. അതിന് ഒരു പരിധിവരെ നമ്മൾ തന്നെയാണ് കാരണക്കാരെന്നുള്ളതും നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അഥവാ വിവാഹം ചെയ്യുന്ന സന്ദർഭത്തിൽ ഇസ്ലാമികമായ മാനദണ്ഡങ്ങളും മൂല്യങ്ങളും നിർദ്ദേശങ്ങളും നമ്മൾ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നിടത്തു നിന്ന് തുടങ്ങി മതപരമായ മൂല്യങ്ങളും അധ്യാപനങ്ങളും അവർക്ക് നമ്മൾ പകർന്നു കൊടുത്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നിടത്ത് തുടങ്ങിയൊക്കെ വീഴ്ചകൾ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു റിഫ്ലക്ഷൻ മാത്രമാണ്, പ്രതിഫലനം മാത്രമാണ് ആ പ്രയാസവും വീർപ്പുമുട്ടലും എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതനുസരിച്ചുള്ള ഒരു കുടുംബ ജീവിതമാണെങ്കിൽ അവിടെ സന്തോഷവും സമാധാനവും, ഏത് ദാരിദ്ര്യത്തിലും ഏത് വിഷമത്തിലും അവിടെ ഒരു ആശ്വാസം കിട്ടും. ഖുർആൻ പരിചയപ്പെടുത്തി ഇസ്ലാം പറയുന്ന വീടിന്റെ അറബി വാക്ക് തന്നെ പരിശോധിച്ചാൽ മതി അത്ഭുതം അറിയാൻ. മസ്കൻ എന്നാണ്. ഭാര്യയെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴും ലിതസ്കുനു ഇലൈഹ, നിങ്ങൾ അവിടെ ശാന്തി കണ്ടെത്താൻ, സമാധാനം കണ്ടെത്താൻ എന്നാണ്. അവ ശാന്തിയുടെ ഇടമായ വീട്ടിൽ ശാന്തിയും സമാധാനവും പങ്കുവെക്കുന്ന ഒരു ഇണയെ സംബന്ധിച്ചാണ് ഖുർആനിന്റെ കൺസെപ്റ്റിൽ പറഞ്ഞാൽ കുടുംബം എന്ന് പറയുന്നത്. അതിൽ എന്ത് വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഭാര്യയും ഭർത്താവും പരസ്പരം അറിയുകയും അംഗീകരിക്കുകയും വേണം. അവരെ അംഗീകരിക്കുകയും റെസ്പെക്ട് ചെയ്യുവാൻ സാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നന്മകളിൽ സഹായിക്കുന്നവളാണ് എൻ്റെ ഭാര്യ. ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ സംബന്ധിച്ചും അങ്ങനെയാണ് പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നതെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യന് കിട്ടുന്ന ഭൗതികമായ വിഭവങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഖൈറു മതാഇദ് ദുനിയ അൽ മർഅത്തു സ്വാലിഹ, നല്ലവളായ സുശീലയായ ഒരു പെണ്ണ്. അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ഏത് നല്ല കാര്യത്തിനും എതിര് നിൽക്കാത്ത, പുറംതിരിഞ്ഞു നിൽക്കാത്ത ഒരു ഇണയാണ് എനിക്കുള്ളതെങ്കിൽ
അത് ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും വലിയ വിഭവം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യന്മാർ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സമ്പാദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഖൽബുൻ ഷാക്കിർ, നന്ദി പറയാനുള്ള, നന്ദി പ്രകടിപ്പിക്കുവാനുള്ള ഒരു മനസ്സ്, വലിസാനുൻ ദാക്കിർ, റബ്ബിനെ ധാരാളമായി പ്രകീർത്തിക്കുന്ന സ്തുതിക്കുന്ന ഒരു നാവ്, വസൗജത്തുൻ സ്വാലിഹ, സദ്വൃത്തയായ ഒരു ഇണ. എന്നിട്ട് ആരാണ് ആ സദ്വൃത്തയായ ഇണ, ഭാര്യ എന്നുള്ളത്? ഭാര്യയെ സംബന്ധിച്ച് ഭർത്താവിനെയും നമുക്ക് ആ രീതിയിൽ കാണാൻ കഴിയും. തുഈനുക അലാ അംരി ദുനിയാക വദീനിക, നിന്റെ ദുനിയവിയായ കാര്യത്തിലും നിന്റെ ദീനിയായ കാര്യത്തിലും നിന്നെ സഹായിക്കുന്നവൾ. അതേപോലെ നീ ആഗ്രഹിക്കുന്ന ഏത് കാര്യത്തിലും തുഈനുഹു അലാ അംരിൽ ആഖിറ, മറ്റൊരു റിവായത്തിൽ കാണാൻ സാധിക്കും, ആഖിറത്തിന്റെ കാര്യത്തിൽ നിനക്ക് സപ്പോർട്ടീവായിട്ടുള്ള നിന്റെ ഇണ, അവളാണ് നിന്റെ പാർട്ട്ണർ, നിന്റെ ജീവിതത്തിലെ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകുന്ന ഒരു പങ്കാളി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഭാര്യയുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സമാധാനവും സന്തോഷവും. അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരെ സെലക്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ മുതൽ അവർക്ക് വേണ്ടുന്ന മതപരമായ മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്ന തലത്തിൽ മുതൽ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അത് കേവലം ഒരു വൺ സൈഡ് സംഗതിയായിട്ടല്ല. പുരുഷന്മാരോടും പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നല്ല ഭർത്താവ് ആരായിരിക്കണം? ഭാര്യയുടെയും മക്കളുടെയും കാര്യത്തിൽ റബ്ബിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിന്റെ നിയമശാസനകൾ പാലിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് മാന്യമായി പെരുമാറുന്ന ആളുകൾ. വസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, അള്ളാഹു നിങ്ങളോട് നിങ്ങളുടെ ഇണകളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണമെന്ന വസിയ്യത്തുണ്ട്. ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലവർ തന്റെ കുടുംബത്തോട്, ഇണകളോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോഴും അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കുടുംബാന്തരീക്ഷം സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു ഇടമായി നമുക്ക് പരിവർത്തിപ്പിക്കാൻ സാധിച്ചാൽ ദുനിയാവിൽ ഏറ്റവും വലിയ സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നവർ, ഒരുപക്ഷെ ഭൗതികമായി വിഭവങ്ങൾ കുറവാണെങ്കിലും ഒരു വിശ്വാസിയായിരിക്കും എന്നതിൽ തർക്കമില്ലാത്ത സംഗതിയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഭൗതികമായ വിഭവങ്ങളുടെ ആധിക്യമല്ല വാസ്തവത്തിൽ ഗിന, ധന്യത, ഐശ്വര്യം എന്ന് പറഞ്ഞാൽ, വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ്, ആത്മനിർവൃതി അല്ലെങ്കിൽ മനസ്സിനുള്ള ഒരു സംതൃപ്തി, റബ്ബ് നൽകിയതിൽ തൃപ്തിപ്പെടുവാനുള്ള ഒരു മനസ്സ്, അത് ഈമാനുള്ള വിശ്വാസികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ്. അതുകൊണ്ട് റബ്ബിനോട് നമ്മൾ നിരന്തരം ചോദിക്കുക, അള്ളാഹു നമുക്കെല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും നിർഭയത്വവും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാടുകളിൽ നിന്നും അതേപോലെ നമ്മുടെ പരിചയത്തിലുമൊക്കെയുള്ള നിരവധി ആളുകൾ ഹജ്ജിനും ഉംറക്കുമൊക്കെയായി പോയിട്ടുണ്ട്. അവരുടെ കർമ്മങ്ങളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചെത്തുവാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മെയും സത്യവിശ്വാസികളായ നമ്മുടെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും എല്ലാവരെയും അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാകട്ടെ. ലോകത്തിന്റെ എവിടെയെല്ലാം വിശ്വാസത്തിന്റെ പേരിൽ, ആദർശത്തിന്റെ പേരിൽ വിശ്വാസികൾ പ്രയാസപ്പെടുന്നുണ്ടോ അവർക്കൊക്കെയും അള്ളാഹു നിർഭയത്വവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.